നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഹിന്ദി സാഹിത്യ के इतिहास लेखन की पृष्ठभूमि. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്ര രചനയുടെ പശ്ചാത്തലമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. हिंदी साहित्य के इतिहास लेखन के प्रारंभिक प्रयास कवियों की जीवनी और उनकी रचनाओं के फुटकर संग्रहों के रूप में सामने आए. इस दृष्टि से नाभादास कृत भक्तमाल और गोकुलनाथ कृत 84 वैष्णवों की वार्ता ऐसा प्रारंभिक ग्रंथ है. इसी शैली में रघुराज सिंह जी देव ने राम रसिकावली की रचना की. इसमें पहली बार कवियों का वर्गीकरण काल विभाजन के आधार पर किया गया है. एक काल है सत्ययुग, त्रेता, द्वापर, कलियुग आदि. भक्त कवियों के चरित्र और रचनाओं पर प्रकाश डालने वाले ऐसे अन्य ग्रंथ हैं जुगलदास का बघेल वंशागम विदेश, हरिश्चंद्र का उत्तरार्थ भक्तमाल और राधाचरण गोस्वामी का जय भक्तमाल. हिंदी साहित्य के इतिहास लेखन के प्रारंभिक प्रयास कवियों की जीवनी और उनकी रचनाओं के फुटकर संग्रहों के रूप में सामने आए. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രം എഴുതുന്നതിനായിട്ടുള്ള പ്രാഥമിക ശ്രമങ്ങൾ, പ്രാരംഭ ശ്രമങ്ങൾ കവിമാരുടെ കൃതികളും അവരുടെ ജീവചരിത്രങ്ങളുടെയൊക്കെ ചെറിയ ശേഖരങ്ങളുടെ രൂപത്തിലാണ് നമുക്ക് മുന്നിലേക്ക് വന്നത് അല്ലേ. അപ്പോൾ നോക്ക്, ഇതേ രീതിയിൽ നോക്കിയാണെങ്കിൽ ഈ ദൃഷ്ടിസെ നാഭാദാസ്കൃത ഭക്തമാൽ, ഇതേ ദൃഷ്ടിയിൽ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ നാഭാദാസ്കൃത് ഭക്തമാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ഭക്തമാലും അതുപോലെ തന്നെ നാഭാദാസൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. നാഭാദാസ് എഴുതിയ രചനയാണ് ഭക്തമാല് അല്ലേ. ഈ ദൃഷ്ടിസെ നാഭാദാസ്കൃത് ഭക്തമാൽ और गोकुलनाथ कृत 84 वैष्णवों की वार्ता ऐसा प्रारंभिक ग्रंथ है. इधे